ഒരു യൗവനക്കാരൻ സുവിശേഷകനായി രംഗത്തു വരുവാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും അയാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. സുവിശേഷകനായ അവന്റെ അപ്പൻ എന്നെ ആ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന വൈരാഗ്യമൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയില്ല. എന്നാൽ സുവിശേഷം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനാണ് ആ യൗവനക്കാരൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ അവനെ തിരുത്തും. കഴിഞ്ഞ ദിവസം നവമാധ്യമം തുറന്നപ്പോൾ എന്നെ സ്വാഗതം ചെയ്തത് ഒരു യൗവനക്കാരന്റെ സുവിശേഷ പ്രസംഗമായിരുന്നു. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ സംഭവിക്കും. ഇത് കേട്ടപ്പോൾ പഴയ ജ്യോത്സ്യന്മാർ പ്രവചിച്ചിരുന്നത് ഞാൻ ഓർത്തുപോയി. നിങ്ങൾക്ക് വ്യാഴദശ ആരംഭിക്കുന്നതിനാൽ ജോലിയിൽ ഉയർച്ച, ധനാഗമം, പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മോനെ, ഇതല്ല സുവിശേഷം. ഇത് വേറൊരു സുവിശേഷമാണ്. ഗലാത്യർ 1:8 എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതെന്നു വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നു ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മോനെ, മാനസാന്തരപ്പെടൂ, ആത്മരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കൂ.